ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് മലരിക്കൽ ആമ്പൽപ്പാടം കാണുവാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്നാണ് യാത്ര തിരിച്ചത്. അങ്ങനെ നമ്മൾ ഏകദേശം മൂവാറ്റുപുഴ കഴിഞ്ഞ് കുറവിലങ്ങാട് വെമ്പള്ളി ഭാഗത്ത് എത്തിയിട്ടുണ്ട്. വെമ്പള്ളിയിൽ നിന്ന് നമ്മൾ ഇവിടെ ഒരിടത്തൊരു പമ്പുണ്ട്, അവിടെ നിന്ന് നമുക്ക് പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ചതിന് ശേഷം നമുക്ക് നേരെ കോട്ടയത്തിലാണ് ചെല്ലേണ്ടത്. കോട്ടയത്ത് ഇവിടുന്ന് ഏകദേശം 22 കിലോമീറ്റർ ഉണ്ട് കോട്ടയത്തേക്ക്. കുറവിലങ്ങാട് നിന്നും കോട്ടയം ഏകദേശം 22 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് നേരെ തിരിഞ്ഞ് കുമരകം റോഡ് വഴി നമുക്ക് മലരിക്കൽ പാടത്തേക്ക് ആമ്പൽ കാണുവാനാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ട്. മഴയൊന്നും വലിയ കാര്യമായിട്ടില്ല. ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. നല്ല സുന്ദരമായ കാലാവസ്ഥയാണ്. നമ്മൾ അവിടെ നിന്ന് പെട്രോൾ അടിച്ച് ഇപ്പോൾ പട്ടിത്താനം കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ മെയിനായിട്ടുള്ള നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം മലരിക്കൽ പാടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. എനിക്ക് അത്ര ഉറപ്പില്ല അവിടെ ഇന്ന് ആമ്പൽപ്പാടം കാണുമോ എന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒക്ടോബർ മാസത്തിലാണ് പോകുന്നത്. ഒക്ടോബർ മാസം ഓൾറെഡി അടുത്ത കൃഷിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയമാണ്. എന്തായാലും ഞാൻ ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല. എന്തായാലും നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോയിട്ടുള്ളത്. ഇതിനു മുമ്പ് പ്രാവശ്യം ഞാൻ പോയപ്പോൾ സെപ്റ്റംബർ മാസമായിരുന്നു. സെപ്റ്റംബർ മാസം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് ആമ്പൽപ്പാടം കാണുവാൻ സാധിച്ചു. ഈ വർഷവും ആമ്പൽ പൂത്ത് നിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഇപ്പോൾ തവളക്കുഴിയിലെത്തി. തവളക്കുഴിയിൽ ആണ് ക്യാമറ ഇരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഇടാത്തവരെയും അതുപോലെ തന്നെ ഹെൽമറ്റ് വെക്കാത്തതും ഓവർ സ്പീഡും എല്ലാം ഫൈൻ അടിക്കും. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് പോകേണ്ടതാണ്. സീറ്റ് ബെൽറ്റ് ധരിക്കണം, അതുപോലെ തന്നെ ഹെൽമറ്റ് വെച്ച് പോകണം. ഓവർ സ്പീഡ് എടുക്കരുത്. ഇവിടെ നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈലിലോട്ട് മെസ്സേജ് വരും. പരിവാഹൻ എന്ന ആപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നേരെ ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ മുമ്പിലെത്തി. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കവാടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടുന്ന് നമ്മൾ ക്രോസ് ചെയ്ത് കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അല്പം ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലാണ്. അത്യാവശ്യം നല്ല ഭക്ഷണം കിട്ടും എന്ന് ഇതിനു മുമ്പ് ഞാനിവിടെ കയറിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും ചിക്കൻ ഫ്രൈ ആണ്. ഒത്തിരി നാൾ കൂടിയാണ് പൊറോട്ട കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പൊറോട്ട ഓർഡർ ചെയ്തിരിക്കുന്നത്. ഫുഡെല്ലാം കഴിച്ചു. അത്യാവശ്യം നല്ല കുഴപ്പമില്ലായിരുന്നു. വളരെ സാറ്റിസ്ഫൈഡാണ്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ യാത്ര ചെയ്തു. അങ്ങനെ നമ്മൾ കോട്ടയത്തെത്തി. കോട്ടയത്തിൻ്റെ റെയിൽവേയുടെ മുകളിലൂടെ, റെയിൽവേ പാലത്തിൻ്റെ മുകളിലൂടെയുള്ള ബ്രിഡ്ജാണ്. ഇപ്പോൾ നമ്മൾ കോട്ടയത്തിൻ്റെ നഗരഭാഗത്തിലേക്ക് എത്തിച്ചേരുവാൻ പോവുകയാണ്. ഇവിടെ നല്ല ട്രാഫിക്കുണ്ട്. അത്യാവശ്യം തിരക്ക് ഉണ്ടാകേണ്ട സ്ഥലമാണ്. പക്ഷേ എന്താണ് ഇന്ന് വളരെ അധികം തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇവിടെ നമുക്ക് വലത് തിരിഞ്ഞാണ് പോകേണ്ടത്. നമുക്ക് പോകേണ്ടത് KK ബേക്കേഴ്സിൻ്റെ മുമ്പിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇവിടുന്ന് നേരെ നമുക്ക് സിഗ്നലിൻ്റെ അവിടെ എത്തിച്ചേരണം. സിഗ്നലിൻ്റെ അവിടെ നിന്ന് വീണ്ടും നമുക്ക് വലത്തോട്ടാണ് തിരിഞ്ഞു പോകേണ്ടത്. CMS കോളേജിൻ്റെ മുമ്പിലൂടെ ആണ് തിരിഞ്ഞു പോകേണ്ടത്. ഇവിടെയൊക്കെ സാധാരണ നല്ല തിരക്കുണ്ടാകേണ്ടതാണ്. പക്ഷേ ഇന്ന് എന്തായാലും വലിയ തിരക്കില്ല. നല്ല പ്ലസൻ്റായിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. മഴ ഇവിടെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കയറ്റവും കയറി സിഗ്നലിൻ്റെ അവിടെ എത്തി. പക്ഷേ ഇവിടെ മാത്രം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എപ്പോൾ വന്നു കഴിഞ്ഞാലും സിഗ്നൽ ആയതുകൊണ്ട് അവിടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾ സിഗ്നലിൻ്റെ അടുത്തെത്തി. നമ്മൾ കയറി വന്നപ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് മറ്റ് ഭാഗത്തേക്കുള്ള വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞാണ് പോകേണ്ടത്. കുമരകം റൂട്ടാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ അവിടെ നിന്ന് തിരിഞ്ഞ് നേരെ നമ്മൾ താഴത്തങ്ങാടി ഭാഗത്തെത്തി.
ഇതാണ് താഴത്തങ്ങാടി ഭാഗം. ഇവിടെ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ആളുകളെല്ലാം വൈകുന്നേരങ്ങളിലും എപ്പോൾ പോയാലും ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാറുണ്ട്. നല്ല മനോഹരമായ കാഴ്ചയാണ് ഇപ്പുറത്തെ സൈഡ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ പണ്ട് ഒരു ബസ് അപകടം നടന്നതാണ്. ആ ബസ് അപകടം നടന്നപ്പോൾ ഒരുപാട് ആളുകൾ ആ ബസ്സിൽ കുടുങ്ങി വെള്ളത്തിൽ വീണ് മരിച്ചു പോയിട്ടുണ്ട്. ഞാനതൊക്കെ നേരിട്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്താണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. നമുക്ക് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ കാണിക്കാം. അങ്ങനെ എന്തായാലും നമ്മൾ നേരെ മുമ്പോട്ട് ചെന്ന് ഈ പാലം കയറി പോകുന്നത് നേരെ കുമരകത്തേക്കാണ്. കുമരകം റൂട്ടിലേക്കാണ് നമ്മൾ ഈ പാലം കയറി പോകുന്നത്. അങ്ങനെ അവിടെ നമ്മൾ ആ പാലം കയറി നേരെ വന്നു. അതിനുശേഷം വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ദിശാ ബോർഡ് കാണാം. ഈ ഭാഗത്ത് ഇത് നേരെ കുമരകവും, ഈ താഴെ ഈ ബോർഡിൻ്റെ താഴെ, ഈ പോസ്റ്റിൻ്റെ താഴെ കാണുന്ന പച്ച ബോർഡ് കണ്ടോ? പച്ച ബോർഡിൽ ഇങ്ങോട്ടാണ്, നേരെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് മലരിക്കൽ നിന്ന് അവിടെ കൃത്യമായിട്ട് ആരോ മാർക്ക് കൊടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ പോകുന്നു. ഇതാണ് അടുത്ത ലാൻഡ്മാർക്ക്. ഈ അടുത്ത ലാൻഡ്മാർക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഇത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത്. ഓക്കെ, ആ ഇടത്തോട്ടുള്ള വഴിയെ നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രം മലരിക്കൽ. ഈ സൈൻ ബോർഡ് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മളിവിടെ നിന്ന് ഇനി ഇടത്തോട്ട് തിരിഞ്ഞ് പോകണം. ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് നമുക്ക് തിരിഞ്ഞ് പോയാൽ നേരെ മലരിക്കലേക്കാണ് എത്തുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം മലരിക്കൽ അടുക്കാറായി. അമ്പൽപ്പാടം വളരെ ഫേമസ് ആണ്. കേരളത്തിൽ നിന്നും വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആളുകൾ ഈ മലരിക്കൽ കാണുവാൻ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കയറി ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ കയറി ഇപ്പോൾ ഏകദേശം മലരിക്കലിൻ്റെ തൊട്ടടുത്തായി. ഇപ്പോൾ ഏകദേശം പാടത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. എനിക്ക് സംശയമുണ്ട് അവിടെ ഇപ്പോൾ ആമ്പൽ ഉണ്ടോ എന്ന്. എന്തായാലും അവിടം വരെ ഒന്ന് പോയി നോക്കാം. ഇതിപ്പോൾ ഒക്ടോബർ 15, ഏകദേശം ഒരു പകുതി മാസത്തോളമായി. പക്ഷേ നിർഭാഗ്യവശാൽ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അവിടെ ആമ്പലൊന്നുമില്ല. കാരണം ആമ്പലെല്ലാം മരുന്ന് അടിച്ച് കളഞ്ഞതിന് ശേഷം അത് ഉഴുത് കണ്ടം നിലം മൊത്തം ഉഴുത് മറിച്ചിട്ടേക്കുവാണ്. വയൽ ഉഴുത് മറിച്ചിട്ടേക്കുവാണ്. അടുത്ത കൃഷിക്ക് വേണ്ടിയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമ്മൾ വളരെ നിരാശരായി. പക്ഷേ അടുത്ത വർഷം ഇത് കാണുവാൻ സാധിക്കും. ഇവിടെ എല്ലാം നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. റോഡിന് വീതി കൂട്ടി സൈഡെല്ലാം നല്ലപോലെ. അപ്പോൾ അടുത്ത വർഷം പൊളി വൈബായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഈ രണ്ട് സൈഡുകളിലെല്ലാം. അടുത്ത വർഷം എന്തായാലും വളരെ ബ്യൂട്ടിഫുള്ളായിരിക്കും. ഈ വർഷം എന്തായാലും നമ്മൾ മിസ് ചെയ്തു, കുഴപ്പമില്ല. അടുത്ത വർഷം എന്തായാലും ഇത് കാണാൻ വരണം. നമ്മൾ വരുമ്പോൾ എപ്പോഴും നേരത്തെ അതിരാവിലെ തന്നെ വരണം. ഒരു 6 മണി 7 മണി 8 കൂടിയൊക്കെ വരണം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ആമ്പൽ വിരിഞ്ഞിരിക്കുന്ന ആമ്പലെല്ലാം പിന്നെയും അത് എന്തായാലും നമ്മൾ എൻ്റെ ഭാഗത്തെത്തി. ഇവിടുന്ന് തിരിഞ്ഞ് നമുക്ക് പോകാം. ഇതാണ് ഇതിൻ്റെ എൻ്റെ ഭാഗം. ഓക്കെ, ഈ സൈഡിലാണ് ആമ്പൽപ്പാട്. ഇതിനകത്തൂടെ വള്ളത്തിൻ്റെ സർവീസ് ഉണ്ട്. നമുക്ക് വള്ളത്തിലൂടെ ആമ്പൽപ്പാടത്തൂടെ യാത്ര ചെയ്യാൻ പറ്റും. ഈ സൈഡിൽ ആ ചെറിയ ചെറിയ വള്ളങ്ങളെല്ലാം സൈഡിൽ കൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും വളരെ നിരാശരായി. കാരണം കൃഷി വയലെല്ലാം ഉഴുതു മറിച്ചിട്ടിരിക്കുകയാണ് അടുത്ത കൃഷിക്ക് വേണ്ടി. എന്തായാലും നമുക്ക് വളരെ ജസ്റ്റ് മിസ്സായി. എനിക്ക് തോന്നുന്നത് ഇന്നലെ ആണ് ഉഴുതു മറിച്ചതെന്ന് തോന്നുന്നു. ഇപ്പോഴും ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇത് കാണാൻ വേണ്ടി. പക്ഷേ അവരെല്ലാം നിരാശയിലാണ്. അതുപോലെ ഞാനും നിരാശയിലാണ്. ഇതാണ് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പാടം. കണ്ണത്താ ദൂരത്തോളം പാടമുണ്ട്. പാടം നിറയെ ആമ്പലാണ്. അതും റെഡ് കളറുള്ള ആമ്പലാണ്. നിങ്ങൾ വരികയാണ് നേരത്തെ വരണം. നേരത്തെ വന്നെങ്കിൽ മാത്രമേ ഇത് കാണുവാൻ സാധിക്കുകയുള്ളൂ. വെളുപ്പിനെ വരണം. ഒരു 6-7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇവിടെ എത്തിച്ചേരണം. അപ്പോൾ നല്ല തിരക്കായിരിക്കും. നമുക്ക് ആമ്പൽ പറിക്കാം. അതുപോലെ തന്നെ തോണിയിൽ ആമ്പൽപ്പാടത്തിലൂടെ യാത്ര ചെയ്യാം. അതൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വൈബാണ്.
അതുകൊണ്ട് ലേറ്റായിട്ട് വരരുത്. സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ പിന്നെ ആമ്പലെല്ലാം വിരിഞ്ഞ് നിൽക്കുന്ന ആമ്പലെല്ലാം പിന്നെയും അതിൻ്റെ പഴയ സ്ഥിതിയിലേക്ക് പോകും. പിറ്റേ ദിവസം രാവിലെ വന്നെങ്കിലേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നേരത്തെ വരാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിലൊന്നും വരരുത്. സെപ്റ്റംബർ, അത്യാവശ്യം സെപ്റ്റംബറോടെങ്കിലും നിങ്ങൾ എത്തിച്ചേരണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ സീസണുള്ളൂ. ഇതിപ്പം ജസ്റ്റ് മിസ്സായി. ഒക്ടോബർ ആണെങ്കിൽ പോലും, ഒക്ടോബർ പകുതിയായിട്ടാണെങ്കിൽ പോലും ഇന്നോ ഇന്നലെ ആണ് ഇത് പാടെല്ലാം ഉഴുതുമറിച്ചത്. അതുകൊണ്ട് ഇതെല്ലാം വളരെ മിസ്സായി. ഒരുപാട് ഇപ്പോഴും വേറെ സംസ്ഥാനത്തു നിന്നൊക്കെ, കർണാടകയിൽ നിന്നും അതുപോലെ തന്നെ വേറെ ജില്ലയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ അവരെല്ലാം വളരെ നിരാശരാണ്. ഇപ്പോൾ ആമ്പലൊന്നും അവിടെ ഇല്ല. ജസ്റ്റ് പാടം മാത്രം കാണുവാൻ സാധിച്ചു. വീണ്ടും നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിലൂടെ കയറി, ഇതൊരു ലാൻഡ്മാർക്കാണ്. ഈ പാലത്തിൻ്റെ മുകളിലൂടെ കയറി കഴിഞ്ഞാൽ ഏകദേശം മലയിടുക്കിലേക്ക് എത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോന്നിട്ട് നമ്മൾ നേരെ കോട്ടയത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോട്ടയത്തേക്ക്. അങ്ങനെ ഇതൊരു ലാൻഡ്മാർക്കാണ് നമുക്ക് കരുതാം. ഇവിടെ നമ്മൾ അവസാനം തിരിഞ്ഞു പോകുന്നത് ഇവിടുന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും കടന്നു നേരെ കോട്ടയം ഏകദേശം അടുക്കാറായി. കോട്ടയത്തെ നമ്മൾ എത്തിച്ചേരുകയാണ്. ഇവിടെയൊക്കെ ഇച്ചിരി അത്യാവശ്യം തിരക്കുണ്ട്. കാരണം പാലത്തിനൊക്കെ വീതി കുറവാണ്, റോഡിനൊക്കെ വീതി കുറവാണ്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് താഴത്തങ്ങാടി ഭാഗത്തെത്തി. താഴത്തങ്ങാടിയും വളരെ ടൂറിസ്റ്റ് നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഇവിടെ വന്ന് നമുക്ക് ആൾക്കാരൊക്കെ സൈഡിൽ അവിടെ ഇരിക്കാറുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. തണുപ്പൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞില്ലായിരുന്നു, ഇവിടെയാണ് ബസ് അപകടം നടന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബസ് നേരെ ഈ തോട്ടിലോട്ട് പോയി. അതിനുശേഷം കുറച്ച് ആൾക്കാരൊക്കെ ആ വണ്ടിയിലുണ്ടായിരുന്നു. വാഹനം ബസ് സർവീസ് ബസ്സായിരുന്നു. മുകളിലൊരു പാലം നമുക്ക് കാണുവാൻ സാധിക്കും. ആ അപകടത്തിൽ ഒരുപാട് ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ നേരിട്ട് കാണാൻ ഞാൻ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോട്ടയം CMS കോളേജിൻ്റെ വാതിൽക്കലെത്തി. വീഡിയോ കണ്ട എല്ലാവർക്കും നമസ്കാരം.